ഇവരുടെ കൂട്ടുമ്പോൾ തന്നെ 100 വരുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരുടെ പെർസെന്റേജ് എവിടെ പോയി എന്നുള്ളതായിരുന്നു ചോദ്യം. കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിന്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത്. അവളെ നോക്കി കൊഞ്ഞണം കുത്തുമായിരിക്കും അവരുടെ വീട്ടിലിരുന്ന കപ്പ്. അതായത് നമ്മുടെ വിന്നിംഗ് മൂവ്മെന്റിൽ സ്ക്രീനിൽ പെട്ടെന്ന് കാണിച്ചു പോകുന്ന ഒരു സാധനമായിരുന്നു ഇത്. 45.1% അനുമോൾക്കും 42.7% അനീഷിനുമാണ് അതിൽ കാണിക്കുന്നത്. അതിനുശേഷം ഇതായിരുന്നു, അതായത് അനുമോൾക്ക് 57.3%, അനീഷിന് 42.7%. അത് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് വെച്ച് ലാലേട്ടൻ നിർത്തും എന്ന് പറഞ്ഞ് നിർത്തിപ്പിക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ജെന്യൂൻ ആണെന്നുള്ളത്? മനസ്സിലാക്കൂ, ഇതൊക്കെ കള്ളത്തരങ്ങളാണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുമ്പോൾ ഏകദേശം ഒരു 70% വരുന്നുണ്ട്. ബാക്കി ടോപ്പ് 3യുടെ ഇതിലേക്ക് പോകും. അപ്പൊ എന്തുകൊണ്ട് ഇത് മാത്രം 100 വന്നു? ഇത് എങ്ങനെ അത് പൊങ്ങണം അല്ലെങ്കിൽ എങ്ങനെ ഗ്രാഫ് കാണിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാനും പറ്റും. ഇതൊക്കെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. ഈ അന്ധത വിശ്വസിച്ചിരിക്കല്ലേ, അത് വേറൊരു സംഭവമാണ്. ആ ഗെയിമോ അതിന്റെ സ്ട്രാറ്റജി, ബിഗ് ബോസ് എന്നുള്ളത് വേറൊരു സാധനമാണ്. ഒന്നാന്തരം ഫേക്ക് പേഴ്സൺ ആണ് അനുമോള്. കരഞ്ഞ് മെഴുകി, ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതിലാണ്. കാരണം ഞാൻ പറയാം, ഇതൊന്നും വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കളികളല്ല. അത് ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇതൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് എന്താണോ ഇത് ഒരുക്കിയതാണ്. അനുമോൾക്ക് വേണ്ടിയിട്ട് അവർ കളം ഒരുക്കിയതാണ്. വോട്ട് ചെയ്ത പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ? 100% മണ്ടന്മാരാണ്. അതുകൊണ്ടാണ്, അത് മണ്ടന്മാരായത് കൊണ്ടാണല്ലോ ഈ അനുമോള് ജയിച്ചത്. ഇങ്ങനെ ഒരു കപ്പ് കിട്ടിയിട്ട് എന്താണ്? ജനൂനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നതും തമ്മിൽ എന്ത് ഭയങ്കര ഒരു മോശമല്ലേ? അങ്ങനെ ആ കപ്പ് അവിടെ ഇരിക്കുമ്പോൾ അത് ഒരു ജൂനിയർ മാൻഡറേക്ക് ഇരിക്കുന്നതാണ്. ജയിച്ച് കഴിഞ്ഞിട്ടും ആ കുട്ടി, നിങ്ങൾ 1-2 ഇന്റർവ്യൂ ഉണ്ടാകും, കുട്ടി സരിഗമയിലോ മറ്റോ വന്ന് നേരത്തെ പറയുന്നുണ്ട്, ബിഗ് ബോസിൽ പാചകം ചെയ്യാൻ അറിയില്ലെന്നോ അങ്ങനെ എന്തോ പറയുകയും MG ശ്രീമാന്റെ ഇന്റർവ്യൂവിൽ ഈ കുട്ടി പറയുന്നുണ്ട്, ഞാൻ വീട്ടിലെല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഈ ജനങ്ങളെ പറ്റിക്കാൻ നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും. കാരണം അതേ കള്ളം പിന്നെ ആവർത്തിക്കാൻ പറ്റില്ല. ഈ കള്ളത്തരമാണ് ഈ കുട്ടി കാണിക്കുന്നത്. മറ്റേ കാര്യം പറഞ്ഞാൽ പറഞ്ഞു, ഇതിപ്പോൾ ഗെയിമിന് വേണ്ടി ജനങ്ങളെ കൈയെടുക്കാൻ വേണ്ടി ചെയ്ത നാടകമാണ്. ശരിക്കും നല്ലൊരു അഭിനേത്രിയാണ് ജീവിതത്തിൽ. ഇവിടെ കാണിച്ചതെന്ന് പറയുന്നത്, ഇവിടെ പിന്നെ അതായത് ആടിനെ പട്ടിയാക്കി ഇവരെ PR കാണിച്ചു. ഇപ്പോൾ PR മേടിച്ചു കൊടുത്ത കപ്പെന്ന് തന്നെ പറയാം. അത് അവൻ തന്നെ പറയുന്നുണ്ട്, PR തന്നെ പറയുന്നുണ്ട്. 50 അല്ലെങ്കിൽ കുറച്ച് ഇത്ര ദിവസം നിൽക്കേണ്ടതുള്ള കരഞ്ഞ് മെഴുകി അവൾ ഇറങ്ങേണ്ടുള്ളതാണ്. അപ്പം ഞാനാണ് അവളെ വിജയിപ്പിച്ചത്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ഇത് മനസ്സിലാക്കട്ടെ. ഞങ്ങൾ